ഓക്കെ, ഇതാണ് നമ്മുടെ സി പി ആർ വിത്ത് പിവോട്ട്. ഓക്കെ, ഇത് നമ്മുടെ സി പി ആർ വിത്ത് പിവോട്ട് ലെവലാണ്. ഇതിനകത്ത് അത് ഏതെടുത്തെന്ന് ഞാൻ ഇവിടെ കൊണ്ടുപോയി കാണിക്കാം ആദ്യം. ഓക്കെ, ഇത് ധന്നിന്റെ ആപ്ലിക്കേഷൻ ആണ്. ധന്നിന്റെ ആപ്ലിക്കേഷനകത്ത് സി പി ആർ പിവേർട്ട് ലെവൽ ഡെയിലി എന്ന് ക്ലിക്ക് ചെയ്യുക. സി പി ആർ വിത്ത് പിവേർട്ട് ലെവൽ ഡെയിലി എന്നുള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ കിട്ടും അവിടെ. ഓക്കെ, കിട്ടും. അതന്നല്ലേ. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യണു? നമ്മൾ എന്നിട്ട് നേരെ അതിൽ പോയിട്ട് അതിന്റെ കാര്യങ്ങൾ നോക്കുകയാണ്. അതിന്റെ കാര്യങ്ങൾ പോയി നോക്കാം നമുക്ക്. അതിനകത്ത് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഡെയിലി സെൻട്രൽ പിവോട്ട്. ഞാൻ ബ്ലാക്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ലൈന് സെക്കൻഡ് ലൈനാണ്. രണ്ട് സ്ട്രോങ് ആക്കിയിട്ടില്ല, ലോ ആക്കിയിട്ടില്ല, ഒരു മീഡിയം തിക്നെസ് ആണ് ഇട്ടിട്ടുള്ളത്. ലെവൽ 2 ആണ് തിക്നെസ് ഇട്ടിട്ടുള്ളത്. അതുപോലെ പ്രിവ്യൂ ഡേ ഹൈ ആണ്, അത് റെഡ് ആണ് കൊടുത്തത്. പ്രിവ്യൂ ഡേന്റെ ലോയും റെഡ് ആണ് കൊടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് അവിടെ ഒരു സിഗ്നൽ ആണ്, എന്ത് ഡേഞ്ചർ സോൺ എന്നുള്ള ഒരു സിഗ്നൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ രണ്ടും റെഡ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബ്ലാക്ക് കോമൺ ആയിട്ട് ബ്ലാക്ക് കൊടുത്തതാണ്, അത് സെൻട്രൽ പിവോട്ട് ആണ്. പിന്നെ ഡെയിലി S1, R1, S2, R2 അത്രേ കൊടുത്തിട്ടുള്ളൂ. S3യും R3യും S4ഉം R4 കൊടുത്തിട്ടില്ല. അതായത് S3യും കൊടുത്തിട്ടില്ല, S3യും കൊടുത്തിട്ടില്ല, S4ഉം കൊടുത്തിട്ടില്ല, R3യും കൊടുത്തിട്ടില്ല, R4ഉം കൊടുത്തിട്ടില്ല. ആകെ കൂടി കൊടുത്തിട്ടുള്ളത് S1ഉം S2യും R1ഉം R2യും. പിന്നെ അതുപോലെ ഡെയിലി ബോട്ടം പിവോട്ട് കൊടുത്തിട്ടില്ല, ഡെയിലി ടോപ്പ് പിവോട്ടും കൊടുത്തിട്ടില്ല. കാരണം നമുക്ക് ഇതിനകത്ത് വേണ്ടത് എന്താ വെച്ചാൽ, ഒന്ന് ഇന്നലത്തെ ലോ മനസ്സിലാക്കാൻ പറ്റണം, ഒന്ന് ഇന്നലത്തെ ഹൈ മനസ്സിലാക്കാൻ പറ്റണം. പിന്നെ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിനകത്ത് എവിടെയൊക്കെ സപ്പോർട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്, എവിടെയൊക്കെ റെസിസ്റ്റൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെയിലി S1ഉം S2ഉം R1ഉം R2ഉം മാത്രം നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നു. ഇനി മാർക്കറ്റ് വലിയൊരു അപ് ട്രെൻഡോ അല്ല സോറി, ഈ വലിയ മാർക്കറ്റ് ഒരു വലിയൊരു ഗ്യാപ് ഡൗണോ ഗ്യാപ്പ് അപ്പൊക്കോ തരുവാണെങ്കിൽ, അതായത് R1നും R2നും അപ്പുറത്താണ് മാർക്കറ്റ് ഒക്കെ ഓപ്പൺ ആവുകയാണെങ്കിൽ, നമുക്ക് അന്നേരം എന്ത് ചെയ്യാം? R3യും R4 ഒക്കെ ആഡ് ചെയ്യാം. അങ്ങനെ മാർക്കറ്റ് പൊതുവെ ഉണ്ടാവാറില്ല. മാർക്കറ്റ് ഏകദേശം ഈ S1ഉം R1ന്റെ ഇടയിലൊക്കെയാണ് മാർക്കറ്റ് എപ്പോഴും ഉണ്ടാവുക. ഇനി എന്ത് ചെയ്തു? നമ്മൾ ഇതിപ്പം ആഡ് ചെയ്തു. ഓക്കെ, നമ്മൾ ആഡ് ചെയ്തു. ഞാൻ അതിനെ വ്യൂ കൊടുക്കാം. നമ്മളെ മാർക്കറ്റ് കുറഞ്ഞ കളിച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് എന്താണ്, ഞാൻ 15 മിനിറ്റിലേക്ക് പോവാണ് ടൈം ഫ്രെയിം. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ മാർക്കറ്റ് എന്താണ്? ഡൗൺ ട്രെൻഡ് ആണ്. അപ്പൊ നമുക്ക് കൺഫർമേഷൻ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഏതാ ഉള്ളത്? നമുക്ക് നമ്മുടെ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് നമുക്ക് കൺഫർമേഷൻ കൂടുതലും ഡൗൺ ട്രെൻഡിലേക്കാണ്. നമുക്കിനി അപ് ട്രെൻഡിലേക്ക് മാർക്കറ്റ് നമ്മൾ ചിന്തിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഫോർമേഷൻ അപ്പാട് മാറിയാലേ നമുക്ക് എന്തിട്ടുള്ളൂ? മുകളിലേക്ക് ചാൻസ് ഉള്ളൂ. ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെയാ വന്നത് നമുക്ക് നോക്കാം. 25-ാം തീയതി മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് ഈ ഒരു ലെവലിൽ നിന്നാണ്. 25/9/15 മാർക്കറ്റ് ഓപ്പൺ ആയി. എവിടുന്ന് ഓപ്പൺ ആയി? ഡൗൺ ട്രെൻഡിൽ നിന്ന് ഓപ്പൺ ആയി. താഴത്തെ ലെവലിൽ ഒരു സപ്പോർട്ട് എടുത്തിട്ട് 15 മിനിറ്റ് ടൈം ഫ്രെയിം ആണ് ഇത്, നോക്കണേ. താഴത്തെ ഒരു ലെവൽ, അതായത് 25,000 നിന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിൽ എന്ത് ചെയ്തു? മുകളിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇനി മാർക്കറ്റ് ഓപ്പൺ ആകുന്ന സമയത്ത് എങ്ങനെ ക്യാൻഡിൽ വന്നതെന്ന് എനിക്കറിയില്ല. മേ ബി മാർക്കറ്റ് അവിടുന്ന് നേരെ മുകളിൽ പോയിട്ടാണോ താഴത്ത് വന്നത്? അത് നമ്മൾ മാർക്കറ്റ് എന്ത് ചെയ്യണം? മാർക്കറ്റ് ഓപ്പൺ ആകുന്ന സമയത്ത് ക്യാൻഡിൽ ഫോർമേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കണം. ആദ്യം മാർക്കറ്റ് ഓപ്പൺ ആയ സ്ഥലത്ത് നിന്ന്, റേഞ്ചിൽ നിന്ന് മുകളിലേക്ക് പോയിട്ട് താഴത്തോട്ടേക്ക് വന്നിട്ട് മിഡിൽ റേഞ്ചിൽ ക്ലോസ് ആവുന്നതാണോ, ഇനി ലോല് വന്നിട്ട് എന്താണ് ഹൈയില് പോയിട്ട് മിഡിലിൽ ക്ലോസ് ആവുന്നതാണോ, എങ്ങനെയാന്നുള്ള ഫോർമേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ആ സമയത്ത് നമ്മൾ കറക്റ്റ് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ ഒരു ഫോർമേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഇന്ന് രാവിലെ മാർക്കറ്റിൽ ഞാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിന്റെ ഫോർമേഷൻ എങ്ങനെയായിരുന്നു എന്ന് എനിക്ക് അറിയില്ല. ഇപ്പം മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് അതിനെ കുറിച്ച് പറയുന്നതിലും ഒരർത്ഥം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ, അപ്പോ പറഞ്ഞു വരുന്നത്, മാർക്കറ്റ് എവിടെ പോയി? നമ്മുടെ ഈ CPR, അതായത് മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗണിൽ നിന്നാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ എപ്പോഴും മാർക്കറ്റ് എന്ത് വേണം? മാർക്കറ്റ് മുകളിൽ പോയിട്ട് ഇന്നലത്തെ ഒരു സപ്പോർട്ട് ലെവല് എന്ത് ചെയ്യണം?
ടച്ച് ചെയ്തിട്ട് വേണം മാർക്കറ്റ് താഴത്തേക്ക് ഇറങ്ങി വരാൻ. താഴത്തേക്ക് പോകുന്ന ഒരു മാർക്കറ്റ് തന്നെയാണ് എങ്കിൽ, നമ്മുടെ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് തന്നെയാണ് വീണ്ടും വീണ്ടും പോകേണ്ടത് എങ്കിൽ എന്ത് ചെയ്യണം? മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആയിട്ട് നിന്നും ഇന്നലെ വന്ന റേഞ്ചിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് മാർക്കറ്റ് താഴത്തേക്ക് ഇറങ്ങി വരണം. അങ്ങനെ വന്നില്ലേ? അതായത് ഇന്നലെ നമ്മളെ CPR റേഞ്ച്, ഇതാണ് നമ്മുടെ CPR റേഞ്ച്. ഈ CPR റേഞ്ചും സപ്പോർട്ട് ലെവലും കണ്ടില്ലേ? ഇവിടെ ഒരു റെഡും പിന്നെ ഇന്നലത്തെ ഒരു റെഡും ഒരു ഗ്രീൻ ഡോട്ട് ലൈനും കണ്ട അവിടെ എന്തുണ്ട്? അവിടെ ഇന്നലെ നമുക്ക് ഉണ്ടായ സപ്പോർട്ട് ലെവലാണ്. ആ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു? നമുക്ക് റിജക്ഷൻ തന്നു. റിജക്ഷൻ തരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിന്ന് തന്നെ ഒരു ട്രേഡ് എടുക്കാൻ പറ്റും. ഒരു ട്രേഡ് താഴത്തേക്ക് പി നോക്കിയിട്ട് ഇതിന്റെ ഈ ഒരു ലെവൽ, അതായത് 25,000 സംതിങ്, 25,080, 82 ആ ഒരു ലെവൽ SL ഇട്ടുകൊണ്ട് നമുക്ക് താഴത്തേക്ക് മാർക്കറ്റ് നോക്കാൻ പറ്റും. ആ മാർക്കറ്റ് എവിടെ വന്നു? വീണ്ടും ഇവിടെ വന്നു. ഇതേതാണ് ഏരിയ? 25,022. 25,002 നമുക്ക് ഇവിടെ ഒരു റെഡ് ലൈൻ ഉണ്ട്. ഇത് ഇന്നലത്തതാണോ അതിന് മുമ്പത്താണോ ഓൾഡ് ആണോ എന്നറിയില്ല. മേ ബി ഇന്നലത്തെ ആണോ മുമ്പത്തെ ആണോ എന്നൊരു ഇത് ഏതാ? ഇന്നലത്തെ ലോ ആണ്. ഇതാ ഇവിടെ ഈ റൗണ്ട് ഉണ്ട്, ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, ഈ ഒരു ക്യാൻഡിലിന്റെ ലോ ആണ്. അത് ഇന്നലെ വന്നൊരു ലോ ആണ്. ഓക്കെ, ഇന്നലെ 10:45 മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത ലോ ആണ് ഇത്, ഈ ഒരു റെഡ് ലൈൻ. മാർക്കറ്റ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു? മാർക്കറ്റ് ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് ഒരു ചെറിയ ക്യാൻഡിൽ, അതായത് നമുക്ക് ആദ്യം ഉണ്ടായ ഒരു വലിയ ബുള്ളിഷ് ക്യാൻഡിൽ, ബിയറിഷ് ക്യാൻഡിലിന്റെ നേരെ പകുതി മാത്രമേ എന്തുള്ളൂ? ആ ബുള്ളിഷ് ക്യാൻഡിൽ 15 മിനിറ്റിൽ ഫോം ചെയ്തിട്ടുള്ളൂ. വീണ്ടും മാർക്കറ്റ് അവിടെ നിന്ന് നേരെ ഡൗൺ ആയിട്ട് നമ്മുടെ സപ്പോർട്ട് ഏരിയയിൽ വന്നിട്ട് എന്ത് ചെയ്തു? സപ്പോർട്ട് ഏരിയയിൽ ബ്രേക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നുള്ളത്? റീട്രേസ്മെന്റ് എടുക്കുന്നുണ്ട്. റീട്രേസ്മെന്റ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഒരു ഒരു ട്രെൻഡ് ലൈൻ വരച്ചു. എവിടെ നിന്ന് വരക്കണം? നമ്മുടെ ഫസ്റ്റത്തെ ഒരു ലെവലും ഈ ഒരു ലെവലിൽ നിന്ന് കൂട്ടിയിട്ട് നമ്മൾ ഒരു ട്രെൻഡ് ലൈൻ വരക്കുകയാണ്. ട്രെൻഡ് ലൈൻ വരക്കുമ്പോൾ ആ ട്രെൻഡ് ലൈനെ പാസ് ചെയ്യുന്നുണ്ടോ? അത് ഇന്നലത്തെ ലോ കട്ട് ചെയ്തിട്ട് മുകളിൽ കയറിയിട്ട് അവിടെ ഒരു ക്ലോസിങ്, ഇതിന്റെ മുകളിൽ ഒരു 15 മിനിറ്റ്. കാരണം നമുക്ക് എപ്പോഴും മുകളിലോട്ട്, അതായത് ഒരു ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് മാർക്കറ്റ് നീങ്ങുമ്പോൾ നമുക്ക് എന്ത് കൺഫർമേഷൻ കിട്ടണം? നമ്മൾ ആ ഭാഗത്തേക്ക് ട്രേഡ് നോക്കണമെങ്കിൽ നമുക്ക് ഒരു 15 മിനിറ്റ് എങ്കിലും മാർക്കറ്റ് ഒരു ഫുൾ ബോഡി നമുക്ക് ആ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റ് കിട്ടണം. എങ്ങനെ എങ്ങനെ മാർക്കറ്റ് കിട്ടണം എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഈ റെഡ് ലൈൻ ആണ് നമ്മുടെ എന്ത്? മാർക്കറ്റ് ഇന്നലെ ലോ തന്ന ഏരിയ. ഇവിടെ നമുക്കൊരു ഒരു മുകളിലേക്ക് ഒരു വ്യൂ കിട്ടണമെങ്കിൽ എന്ത് വേണം? മാർക്കറ്റ് ഈ ഒരു ലെവലിന് മുകളിലായിട്ട് ക്ലോസ് കിട്ടണം. ഈ ഒരു ലെവലിന് മുകളിലായിട്ട് ഒരു 15 മിനിറ്റിൽ നമുക്ക് ക്ലോസ് കിട്ടിയാലേ പിന്നെന്തുള്ളൂ? നമുക്ക് മുകളിലോട്ട് നോക്കാനുള്ളൂ. അപ്പോഴും ഇവിടുന്ന് മുകളിലോട്ട് നോക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ ഒരു ട്രെൻഡ് ലൈൻ ആയിരിക്കും നമ്മുടെ എന്താണ്? ഈ ഒരു ട്രെൻഡ് ലൈനും ഈ ഒരു റേഞ്ചും ആയിരിക്കും നമുക്ക് എന്തുണ്ടാവുക? ടാർഗറ്റ് ഏരിയ ആയിട്ട് ഉണ്ടാവുക. കാരണം ഇവിടെ മെയിൻ സപ്പോർട്ടാണ്. ഇവിടുന്ന് നമുക്ക് ട്രെൻഡ് മാറി കിട്ടണമെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം 25,149 എന്നുള്ള ഈ റേഞ്ചിലേക്ക് എത്തിയാലേ നമുക്ക് ട്രെൻഡ് മാറി കിട്ടുള്ളൂ. അതുവരെ നമുക്ക് ട്രെൻഡ് മാറുന്നില്ല. നമ്മുടെ ട്രെൻഡ് എപ്പോഴും എന്താണ്? വ്യൂ എന്താണ്? ബെയറിഷ് തന്നെയാണ്. സോ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ കൺഫർമേഷൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇല്ല, മാർക്കറ്റ് ഇവിടെ നമുക്ക് തന്നില്ല, ക്ലോസ് തന്നില്ല. വീണ്ടും അവിടെ നിന്ന് നല്ലൊരു ഫോള് തന്നു. എന്ത് ചെയ്തു? താഴത്തേക്ക് വീണ്ടും വന്നു. സപ്പോർട്ട് ടൂല് വീണ്ടും, സപ്പോർട്ട് ടൂല് നമുക്ക് വീണ്ടും എന്ത് ചെയ്തു? സസ്റ്റെയിൻ ചെയ്ത് കളിച്ചു. സപ്പോർട്ട് 2ന്റെയും 1ന്റെയും ഇടയിലായിട്ട് സസ്റ്റെയിൻ ചെയ്ത് കളിച്ചു. സസ്റ്റെയിൻ ചെയ്ത് കളിച്ചിട്ട് മാർക്കറ്റ് വീണ്ടും എവിടെ പോയി? നമ്മുടെ മുമ്പത്തെ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മാർക്കറ്റ് പോയി. ആ ഗ്യാപ്പ് ഫില്ലിങ് മാർക്കറ്റ് കഴിഞ്ഞു എന്നാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇത് ഗ്യാപ്പ് ഫില്ലിങ് കഴിഞ്ഞ് ഇനിയുള്ളത് നമ്മൾ എന്താണ്? ഈ 880 മുതൽ 820 വരെയുള്ള നമ്മുടെ സിങ് റേഞ്ച് ആണ്. ഇത് നമ്മുടെ ഒരു സിങ് റേഞ്ച് ആണ്. ഇനിയിപ്പോ നാളെ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് ഇതിനുള്ളിലാണോ ഓപ്പൺ ആവുന്നത്, ഇതിന് മുകളിലാണോ ഓപ്പൺ ആവുന്നത്, എവിടെയും നമുക്ക് അറിയില്ല മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. ഇനി മുകളിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഒരു വിക്ക് കൊണ്ട് മാർക്കറ്റ് ഇതിനകത്ത് ടച്ച് ചെയ്തിട്ടേ മാർക്കറ്റ് എന്ത് ചെയ്യുള്ളൂ? മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ. ഇനി ഇതിനകത്തും താഴത്തു നിന്നാണ് മാർക്കറ്റ് ഓപ്പൺ ആകുന്നതെങ്കിലോ ഇതിന്റെ അകത്തുനിന്ന് ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് എങ്ങോട്ടും സഞ്ചരിക്കുള്ളൂ. താഴത്തേക്കാണെങ്കിലും മാർക്കറ്റ് മുകളിലോട്ടാണെങ്കിലും മാർക്കറ്റ് സഞ്ചരിക്കേണ്ടത് ഈ ഒരു റേഞ്ചിനകത്ത് വന്നിട്ടായിരിക്കണം മാർക്കറ്റ് പിന്നീട് എന്ത് ചെയ്യേണ്ടത്? മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ.